പ്യുവർ മൽച്ചന്തേരി ഫാബ്രിക്കിൽ ഒരു പുതിയ ഡിസൈൻ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അതിൽ ഷെയ്ഡ്സ് എല്ലാം ഇതുപോലെ പേസ്റ്റൽ ടോൺസിൽ വന്നിട്ടുള്ളതാണ്. അപ്പം ഇതിൽ മൽച്ചന്തേരിയിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ വേറെ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ചന്തേരി കോട്ടൺ ഫാബ്രിക്കിൽ ജാംദാനി വീവിങ് വന്നിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വന്നിരിക്കുന്നതാണ്. ഇതിൽ നമുക്ക് 4 കളേഴ്സാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ നോക്കാം. ഇതിൽ ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം ഈ ഒരു ജാംദാനി വീവിങ് വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലാം ചെറിയ ബൂട്ടാസ് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിലോട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആ ചെറിയ ബൂട്ടാസ് ഇതുപോലെ ഒരു കോൺട്രാസ്റ്റ് ആണ്. ഇതൊരു ഡസ്റ്റി ഓറഞ്ച് ആണ്. ഓറഞ്ചിൻ്റെ കൂടെ ഒരു ഡസ്റ്റി മെറൂൺ കളറിലുള്ള വീവിങ്ങും ആണ് വന്നിട്ടുള്ളത്. അതുപോലെ മിറർ വർക്കിനാണെങ്കിൽ ആ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കോൺട്രാസ്റ്റ് ഷെയ്ഡാണ്. എൻഡിലേക്ക് ബോർഡർ വന്നിട്ടുണ്ട്. അവിടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം മിറർ വർക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഫ്രണ്ട് പോർഷനിലുണ്ട്. ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് സെയിം ആ ഫ്രണ്ട് പോർഷൻ പോലെ തന്നെ മിറർ വർക്ക് ഇല്ലാന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ഇതിൻ്റെ ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇതിലേക്കുള്ള ആ കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിലാണ്. ഇതിലെല്ലാം കളേഴ്സ് വന്നിരിക്കുന്ന നല്ല വൈബ്രൻറ്റ് ഷെയ്ഡ്സിലാണ്. ഇതിൻ്റെ അടുത്ത കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ ഓർക്കിഡ് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ബോട്ടും എല്ലാം അങ്ങനെ കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിലോട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അക്വ ഗ്രീൻ ആണ്. അപ്പോൾ അതിലേക്ക് ആ ഒരു വീവിങ് ഉണ്ട്. അതിലേക്ക് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് ആണ്. ഡാർക്ക് ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷനാണ് വരുന്നത്. ദുപ്പട്ടയും ബോട്ടും ആ ഒരു ഷെയ്ഡിലോട്ട് വരും. നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ടോപ്പ് നല്ല ബ്രൈറ്റ് ആണ്. ബ്രൈറ്റ് പിങ്ക് കളറാണ്. പിന്നെ അതിൻ്റെ ദുപ്പട്ട ബോട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പേസ്റ്റൽ ടോണിലോട്ടാണ്. പേസ്റ്റൽ ടർക്കോയിസ് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് എംബ്രോയ്ഡറി ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പാനൽ പാറ്റേൺ പോലെയാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഇതിലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിഡിൽ പാനലിൽ കണ്ടത് ഒരു ജോമെട്രിക് ഡിസൈൻ, അതിൻ്റെ ഇടയ്ക്കൂടെ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് ഈ ഒരു പാനൽ പോലെ ചെയ്തെടുത്തിരിക്കുന്ന ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു പാറ്റേണും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് എംബ്രോയ്ഡറി വരുന്നത്. പിന്നെ സ്ലീവ്സിന് സെപ്പറേറ്റ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ചെറിയ സ്കാറ്റേർഡ് ആയിട്ടും ഫ്ലവേഴ്സ് വരുന്നുണ്ട്. എൻഡിലോട്ടൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷാഡോ സ്റ്റിച്ചസും വരുന്നുണ്ട്. അതുപോലെ ഫില്ല് ചെയ്തിട്ടുള്ള സ്റ്റിച്ചസും യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ഇവൻ ഈ ഒരു മൽച്ചന്തേരി ആണെങ്കിൽ നല്ല പ്യുവർ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് മൽച്ചന്തേരിയിൽ തന്നെയാണ്. അതിലോട്ടപ്പോൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും വരുന്നുണ്ട്. എൻഡിലായിട്ടുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടമാണ്. ബോട്ടം വരുന്നത് ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ്. ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ ഒരു പിങ്ക് പീസ് ടോണിലോട്ടാണ് വന്നേക്കുന്നത്. ഡസ്റ്റി ലൈലാക്കാണ് അതിൽ അടുത്ത ഷെയ്ഡ് വരുന്നത് കേട്ടോ. അതേ സെയിം പാറ്റേണിൽ തന്നെ ഒരു 3 പാനൽ ഫിനിഷിലുള്ള ഡിസൈനാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ആണ്. ഒരു ബ്രൈറ്റ് പൗഡർ ബ്ലൂ ടോണിലോട്ടാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഡിസൈൻ എല്ലാം അതേപോലെ തന്നെയാണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സാൻഡിൽ ടോണിലോട്ട്. അങ്ങനെ 4 കളേഴ്സാണ് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഡിസൈൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.